നഹ്സുള്ളതായ ദിവസമാണെന്ന് ബോധ്യമായാൽ തന്നെ അന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടതായി നിർബന്ധമായി വന്നാൽ, ഉദാഹരണം ഒരു യാത്ര, ഒരു വിദേശ യാത്ര, അതല്ലെങ്കിൽ സാഹചര്യങ്ങൾ ദിവസം നഹ്സുള്ളതായ ദിവസമാണെന്ന് ബോധ്യമായാൽ തന്നെ അന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടതായി നിർബന്ധമായി വന്നാൽ, ഉദാഹരണം ഒരു യാത്ര, ഒരു വിദേശ യാത്ര, അതല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ട് ഒത്തുകൂടിയ ഒരു വിവാഹ സദ്യ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കർമ്മം ചെയ്യേണ്ടതായി വന്നാൽ ആ കാര്യം ഈ ദിവസം കഴിയട്ടെ എന്ന് വെക്കേണ്ടതില്ല, ഈ ദിവസത്തെ മാറ്റി നിർത്തേണ്ടതില്ല. അന്നത്തെ ദിവസത്തിന്റെ നഹ്സ് ബാധിക്കാതിരിക്കാൻ മഹാന്മാർ പല വഴികളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നാം ആ കാര്യം ചെയ്യുന്നതിന് മുമ്പായി ബിസ്മില്ലാഹി വബില്ലാഹി വമിനല്ലാഹി വഇലല്ലാഹ് വഅലല്ലാഹി റബ്ബിയല്ലാഹ് ഹസ്ബിയല്ലാഹ് ആമന്തു ബില്ലാഹ് ഇഅ്തസംതു ബില്ലാഹി തവക്കൽതു അലല്ലാഹ് ഫവ്വൽതു അംരി ഇലല്ലാഹ് മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നിങ്ങനെ ചൊല്ലുക. അതുപോലെ യാത്ര പോകുന്നവരാണെങ്കിൽ യാത്ര പോകുമ്പോൾ 33 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുക. അതുപോലെ ഒരു 11 തവണ ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലത്തീഫുൽ ഖബീർ എന്ന ആ ആയത്തിനെ 11 തവണ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ആയത്തുകളും ചൊല്ലിക്കൊണ്ട് ഏതൊരു വിഷയത്തിൽ പ്രവേശിച്ചാലും ആ ദിവസത്തിന്റെ ദോഷമോ അല്ലെ ആ സമയത്തിന്റെ ദോഷമോ ആ വിഷയത്തിൽ ബാധകമാവുകയില്ല, അത് ചെയ്യുന്ന ആൾക്ക് ബാധിക്കുകയില്ല എന്ന് മഹാന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് നാം ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഈ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ഭയവും നമ്മളിൽ ഉണ്ടാവേണ്ടതില്ല എന്നാണ് ഇതിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയതിനാൽ സഫർ മാസത്തിലെ എല്ലാ ദിവസവും നഹ്സാണ് എന്ന വിശ്വാസത്തെ നാം കൈവിടുകയും അഥവാ നഹ്സുള്ളതായി ബോധ്യമായാൽ തന്നെ ആ നഹ്സിന്റെ ദോഷങ്ങളുടെ എഫക്റ്റ് ഇല്ലാതിരിക്കാൻ സ്വാലിഹീങ്ങളായ സൽഗുണരായ പണ്ഡിതർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഈ പ്രായശ്ചിത്ത മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വിഷയത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക. അങ്ങനെ വന്നാൽ ആ ദിവസത്തിന്റെ ദോഷങ്ങൾ ഈ വിഷയത്തെയോ അത് ചെയ്യുന്ന ആളെയോ ബാധിക്കുകയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്യങ്ങൾ സത്യമായി മനസ്സിലാക്കാനും സത്യത്തെ അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.